ഇത് കുടിച്ച അച്ഛന്റെ അസുഖം പെട്ടെന്ന് മാറും. പതുക്കെ വാ തുറന്നേ. നിന്റെ സ്നേഹം കാണുമ്പോ എനിക്ക് തന്നെ നിന്നോട് അസൂയ തോന്നുക. ഈ വീട്ടിൽ നിന്ന് നിനക്ക് എന്തൊക്കെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായാലും അതൊക്കെ മറന്ന് നീ ഗോപിയേട്ടനെ പരിചരിക്കുന്നുണ്ടല്ലോ. പാർവതി ഈ വീട്ടില് മരുമകളായിട്ട് വന്നത് അച്ഛന്റെ ഭാഗ്യ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ, എന്തായിരിക്കും അച്ഛന്റെ അവസ്ഥയെന്ന്. പാർവതി ഇങ്ങനെ ശുശ്രൂഷിച്ച ഏത് മഹാരോഗവും പമ്പ കിടക്കും. ചുമ്മാതിരിക്കുക ഗാർഗി, നീയും എന്നെ പോലെ തന്നെയല്ലേ? ഇതിലിപ്പോ എന്താ സംസാരിക്കാനുള്ളത്? എന്റെ കടമയല്ലേ ഞാൻ ചെയ്യുന്നത്. ഇതിനൊക്കെ കണക്ക് പറയാൻ നിന്നാ എങ്ങനെയാ ശരിയാവുന്നേ? എനിക്കിങ്ങനൊരു ജീവിതം തന്നത് എന്റെ ഈ അച്ഛനാ. അപ്പൊ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? പാർവതി ഈ വീട്ടില് വന്നു കയറിയ മരുമോളല്ല, ഇവൾ ഈ വീടിന്റെ വിളക്കാ, ഞങ്ങളുടെ മോളാ. രണ്ടാളും എവിടെയായിരുന്നു? ഇന്ന് ഇതുവഴിയൊന്നും കണ്ടതേ ഇല്ലല്ലോ. ഇനി റൂട്ടുമാരെ മറ്റോ വന്നതാണോ? അപ്പുറത്താ നിങ്ങളുടെ എയർ കണ്ടീഷൻ റൂം. നീ എന്താ ഞങ്ങളെ കളിയാക്കാണോ? ഞങ്ങൾക്ക് റൂട്ട് തെറ്റിയിട്ടൊന്നുമില്ല, ഇങ്ങോട്ട് തന്നെയാ വന്നേ. പിന്നെ എന്റെ അളിയനെ കാണാൻ എനിക്ക് ടോക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രഭാവതി ചെയ്യേണ്ട ജോലികളാ പാവം പാർവതി ചെയ്തോണ്ടിരിക്കുന്നത്. പാപം കിട്ടുന്ന പ്രവൃത്തികളാ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ഓർത്താ കൊള്ളാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കൊന്നുമല്ല. എന്റെ സങ്കടം എനിക്ക് മാത്രമല്ലേ അറിയൂ. ഗോപിയേട്ടൻ വേഗം സുഖം പ്രാപിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെല്ലാം കേറി ഇറങ്ങി പ്രാർത്ഥിക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചേച്ചി. അളിയന് വേണ്ടി വഴിപാട് ചെയ്യാൻ പോയ ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് ഞാനിപ്പോ പറഞ്ഞുതരാം, കേട്ടോ. ഊട്ടിയിലെ മുത്തപ്പൻ നട, മൂന്നാറിലെ മുരുകൻ കോവില്, ഗോവയിലെ ബീച്ചല്ല ബീച്ചിനടുത്തുള്ള ഗണപതി ക്ഷേത്രം, ഗണപതി കോവില്. ലിസ്റ്റ് തീർന്നിട്ടില്ല, കാണ്ടമായിട്ട് കിടക്കേ. കാണ്ടമായിട്ട് പറയാനേ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അതുകൊണ്ട് ആ ലിസ്റ്റ് ഇവിടെ നിരത്തണ്ട, ചെലവാവൂല. മാത്രമല്ല ക്ഷേത്രത്തിൽ നിന്നാണ് ഈ വരവെങ്കിലേ രണ്ടാളുടെ നെറ്റിയില് ചന്ദനത്തിന്റെ ഒരു അംശം പോലും ഇല്ലല്ലോ. അത് ഞങ്ങള് യാത്രക്കിടെ മുഖം കഴിയതാ, മുഖം കഴിക്കൂടെ? അയ്യോ അച്ഛാ, അച്ഛാ, അയ്യോ ഗോപിയേട്ടാ, അയ്യോ അച്ഛാ, അച്ഛാ, ഗോപിയേട്ടാ, അച്ഛാ, അച്ഛാ, ഡോക്ടർ വിളിക്കട്ടെ. ഗോപിയേട്ടാ, അച്ഛാ. ചേച്ചി അളിയൻ വരയ്ക്കുന്നുണ്ടല്ലേ? നമ്മള് കന്യാകുമാരിന്ന് പോയിച്ചോണ്ടുന്ന ആ ഭസ്മം തൊട്ട് കൊടുക്ക. അളിയന്റെ വിറയിൽ മാറട്ടെ, തൊട്ട് കൊടുക്ക്. അച്ഛാ, അമ്മേ മഹാമായേ, കുടികൊള്ളും ശക്തി സ്വരൂപിണി, ഈ ഭസ്മം തൊട്ടാലുടൻ എന്റെ ഗോപിയേട്ടന്റെ എല്ലാ അസുഖങ്ങളും വേഗം ഭേദമാക്കണേ. എന്നെ സുമംഗലിയായിട്ട് കാക്കണേ. അച്ഛാ, 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 എന്താ പറ്റേ? ഗോപിയേട്ടാ, ചെറിയമ്മ, അച്ഛാ, ഗോപി
ഗോപിയേട്ടാ, അച്ഛാ അച്ഛാ, ഗോപിയേട്ടാ, ചെറിയമ്മ ഡോക്ടറെ വിളിക്കട്ടെ. ഗാർഗി, നീ ഡോക്ടറെന്ന് വിളിക്കണ്ട. എനിക്ക് തോന്നുന്നതേ ഇവരെ കണ്ടതാ ഈ വിറയലിന്റെ കാരണമെന്നാ. അത് കണ്ണുചോരയിലത്തെ ഓർത്താണ് നിങ്ങൾ പറയുന്നത്? അളിയന്റെ ഈ കിടപ്പിന് കാരണം ഞങ്ങളാണെന്നോ? ഈ വിറയലിന് കാരണം ഞങ്ങളാണെന്നോ? അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ നാവ് പുഴുത്ത് പണ്ടാരം ഉടങ്ങി പോകത്തേ ഉള്ളൂ. വേണ്ട പ്രതാപ, നമ്മൾ ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നീ മിണ്ടാതിരിക്കെ. മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നും. നിങ്ങൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ശരി, നിങ്ങൾ കണ്ടപ്പോ തന്നെയാ അച്ഛൻ അസുഖം കൂടിയത്. അതിലൊരു സംശയവും വേണ്ട. ദേ ഗാർഗി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ സംസാരിക്കരുത്. ഈ അവസ്ഥയിൽ കിടക്കുന്ന ഗോപിയേട്ടനെ എനിക്ക് കാണാൻ ശക്തിയില്ലാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വരാത്തത് പോലും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഗോപിയേട്ടനെ മറന്നിട്ടൊന്നുമല്ല. ചേച്ചി ചേച്ചി സങ്കടപ്പെടണ്ട. അല്ലെങ്കിൽ നമ്മുടെ നന്മയുള്ള ഹൃദയം കാണാൻ ഇവിടെ ആരുമില്ല. ചങ്ക് കയറി കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്നേ പറയൂ. നിങ്ങൾക്കറിയോ, അളിയന്റെ അസുഖം പെട്ടെന്ന് മാറാനേ ചേച്ചി വെറുതെ എടുത്ത് ഈ കോലത്തിലായി. ഇത് കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരുന്നു. അങ്കിളെ, ഇതാണോ വ്രതം എടുത്ത കോലം? കണ്ടാലും പറയും. രണ്ടാൾക്കും ഒരു 10 കിലോ വെച്ച് കൂടിയിട്ടുണ്ട്. ദേ ഗാർഗി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ചേച്ചി, അളിയന്റെ വിറയിൽ കണ്ടിട്ട് നമുക്ക് പണിയാവുന്ന തോന്നുന്നേ. നൈസായിട്ട് മുങ്ങുന്ന ബുദ്ധി. ആ ചേച്ചി, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരുടെ മുമ്പിൽ ഒരു നിമിഷം നിൽക്കാൻ പാടില്ല. വായിച്ചു പോ. കാരസ്കരത്തിൻകൊരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പ് ശമിപ്പതുണ്ടോ? നിനക്ക് ഞാൻ കയ്പിച്ച് തരാടി. വായിച്ചു പോ. അച്ഛാ അച്ഛാ അച്ഛാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? അവരെ കണ്ടതിന്റെ പ്രശ്നം തന്നെയായിരുന്നു ഗോപിയേട്ടന്. സാരമില്ല അച്ഛാ, പോട്ടെ. ദാ ഇത് കഴിക്ക്. നീ അടുക്കളയിൽ കത്തിയെടുക്കാൻ പോയതല്ലേ? എന്നിട്ട് ബുക്കും പേനയായിട്ടാണോ വരുന്നത്? കത്തിയൊക്കെ പിന്നെ എടുക്കാം അച്ഛമ്മേ. നമുക്കാദ്യം വിശാൽ ബ്രോയുടെ ബർത്ത്ഡേക്കുള്ള ലിസ്റ്റ് ഉണ്ടാക്കാം. നിനക്ക് ദിവ്യദൃഷ്ടി ഉണ്ടായ സ്ഥിതിക്ക് സൂക്ഷിച്ചു വേണം എല്ലാം നടത്താൻ. പ്രത്യേകിച്ചും അഗ്നി. അതൊഴിവാക്കുന്നതാവും നല്ലത്. അതിനായി ഈ പേനയും ബുക്കും ഒക്കെ. അത് നേരാണല്ലോ. നീ പറഞ്ഞപ്പോഴാ ഞാനും അത് ഓർത്തത്. അവന്റെ പിറന്നാളെ നമുക്ക് നന്നായി നടത്തണം. ഒരു കുറവും വരാൻ പാടില്ല. നീ എന്തൊക്കെ പ്ലാനാ മനസ്സിൽ കണ്ടിരിക്കുന്നത്? നമുക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻ ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തണം. ഫംഗ്ഷന് വരുന്നവർക്കെല്ലാം വെൽക്കം ഡ്രിങ്ക് കൊടുക്കണം. പാഷൻ ഫ്രൂട്ടായി ഇപ്പൊ ട്രെൻഡ്. പിന്നെ ബുഫേ മതി. അതും നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എന്നിങ്ങനെ 2 സെക്ഷൻ ഉണ്ടായിരിക്കണം. വെജും നോൺ വെജും തനി. പിന്നെ ഈ വീട് മുഴുവൻ ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ ഗാർഗി, കൊച്ചു കുട്ടികൾ ധാരാളം വരും. അവർക്ക് കളിക്കാൻ ഒരു ഏരിയ മറക്കരുത്. പിന്നെ എന്നെ പോലെ വയസ്സായവർക്ക് ഇരുന്ന് സംസാരിക്കാൻ ഒരു സ്ഥലവും റെഡിയാക്കണം. അതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അച്ഛമ്മേ. പിന്നെ
ഫംഗ്ഷന് വന്നു പോകുന്നവർക്കെല്ലാം ഒരു റിട്ടേൺ ഗിഫ്റ്റും കൂടി കൊടുക്കണം. ഓ എന്തായാലും നമുക്ക് വിശാൽ ബ്രോയുടെ ബർത്ത്ഡേ സൂപ്പർ ആക്കണം. എന്താ പാർവതി നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാനും ഗാർഗി ഇത്രയും നേരം സംസാരിച്ചിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ, എന്തു പറ്റുമോളെ? ഒന്നുമില്ല അച്ഛമ്മേ, നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ കേട്ടിരിക്കുകയായിരുന്നു, അത്രേ ഉള്ളൂ. നിന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേയാ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് നീ എന്താ ഒരുമാതിരി അന്യെ പോലെ പെരുമാറുന്ന? അല്ല അച്ഛമ്മേ, നമുക്കേ ഈ പിറന്നാൾ ആഘോഷമൊക്കെ വേണോ? അച്ഛൻ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുമ്പോ ഇങ്ങനൊരു ആഘോഷത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? പാർവതി, നീ എന്താ ഈ പറയുന്നേ? വീട്ടിലൊരാള് സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് ഒരാഘോഷവും നടത്താൻ പാടില്ലെന്നാണോ? പാർവതി, നീ പറയുന്നത് ശരി തന്നെയാ. നീ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്ക്. വിശാലിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഗോപിക്ക് ഒരു സന്തോഷമായാലോ? കുറെ നാളായി ഈ വീടൊരു മരിച്ച വീട് പോലെയാ. ഈ ഫംഗ്ഷൻ വഴി എല്ലാവർക്കും ഒരു പുത്തൻ ഉണർവുണ്ടാവുകയാണെങ്കിൽ അതുണ്ടാവട്ടെ മോളെ. അച്ഛമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്റെ മനസ്സതിനെ അനുവദിക്കുന്നില്ല. നമുക്ക് ഈ ആഘോഷം വേണ്ട അച്ഛമ്മേ. എന്താ ഇവിടെ ഒരു ഡിസ്കഷൻ? നിങ്ങളുടെ ബഹളം അങ്ങ് റോഡിൽ നിന്നാ കേക്കാലോ. ഇത് വീടോ അതോ മാർക്കറ്റോ? ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോ പാർവതി എന്തോ നടത്തണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത്? അത് പിന്നെ അച്ഛൻ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുമ്പോ വിശാൽ സാറിന്റെ പിറന്നാൾ ഫംഗ്ഷൻ നടത്തണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഓ, എനിക്ക് എപ്പോഴേ തോന്നി. നാക്കെടുത്താ നീ നെഗറ്റീവേ അടിക്കൂ. ഈ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കാൻ സമ്മതിക്കില്ല. അപ്പൊ വരും കരുനാക്കം കൊണ്ട്. നീ പറഞ്ഞത് സത്യവാ പ്രതാപ. ഈ വീട്ടിലൊരു മംഗളകാര്യം നടക്കാൻ ഇവള് സമ്മതിക്കില്ല. അപ്പൊ വരും ദിവ്യദൃഷ്ടി, ജ്ഞാനദൃഷ്ടി എന്നൊക്കെ പറഞ്ഞോണ്ട്. നാശൂലം. അതെ, നിനക്കൊരു വിചാരമുണ്ട്. നീ പ്രവചിക്കുന്നതൊക്കെ അച്ചട്ടായി നടക്കുമെന്ന്. അത് നിന്റെ വെറും തോന്നലാണ് പാർവതി. പ്രഭാവതി, നീ എന്തു വർത്തമാനാ ഈ പറയുന്നത്? പാർവതി അവളുടെ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. നിനക്കും അഭിപ്രായം പറയാം, അല്ലാതെ അവളെ ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കരുത്. ഇപ്പൊ ചേച്ചി പാർവതി ഇൻസൾട്ട് ചെയ്താണ് പ്രോബ്ലം. വിശാലിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പാർവതി പറഞ്ഞാൽ ആർക്കും ഒരു തർക്കമില്ല. ആ ഫംഗ്ഷൻ കൊഴിപ്പിക്കാൻ ചേച്ചി എന്തൊക്കെ പ്ലാനുകൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയോ അല്ലേ ചേച്ചി? വിശാൽ ബ്രോയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ ഉണ്ടായ സങ്കടമൊന്നും സ്വന്തം ഹസ്ബൻഡ് അസുഖമായിട്ട് കിടക്കുന്നതിൽ കാണുന്നില്ലല്ലോ. ഈ വാചകം നീ അല്ലല്ലോ പറയേണ്ടത്. സാധാരണ പാർവതി പറയാറുള്ള ഡയലോഗാണല്ലോ ഇത്. നിന്റെ വർത്തമാനത്തിലെ ആ ധ്വനി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗാർഗി, സൂക്ഷിച്ചാൽ നീ ദുഃഖിക്കണ്ട. ഗാർഗി, ഞാൻ കാരണം നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്ക് കൂടണ്ട. അയ്യോ, എന്താന്ന് വെച്ചാ നടത്തിക്കോ. ഞാൻ ഇനി ഒരു തടസ്സവും പറയാൻ വരുന്നില്ല. പാർവതി, അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഈ പ്രഭാവതി ആരാണെന്ന് നീ ശരിക്കും അറിയും. വിശാലിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നിരിക്കും. അതിനി ആര് തടയാൻ ശ്രമിച്ചാലും ശരി. വാടാ. ദേവി,
എന്താ ചേച്ചി പെട്ടെന്നൊരാലോചന? ഓ, പാർവതി ജയിച്ചതിന്റെ സന്തോഷം എങ്ങനെ ആഘോഷിക്കണമെന്നായിരിക്കും അല്ലേ? ജയിച്ചു എന്ന് പറയാറായിട്ടില്ല പ്രതാപ. ആര് പറഞ്ഞു ജയിച്ചില്ലാന്ന്? അവള് വേണ്ടാന്ന് പറഞ്ഞ കാര്യം നമ്മൾ നടത്തുന്ന അടിവരയിട്ട് പറഞ്ഞപ്പോ അവളുടെ മിണ്ടാട്ടം മുട്ടിയത് ചേച്ചിയും കണ്ടതല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷേ അവളുടെ എല്ലാമായ വിശാലിന്റെ ജന്മദിനം ആഘോഷിക്കണ്ടെന്ന് അവള് പറയണമെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം ഉണ്ടാവും. അതെന്തായിരിക്കും? അതവള് പറഞ്ഞല്ലോ. അളിയൻ കാലന്റെ വരവും കാത്തു കിടക്കുമ്പോ ഇങ്ങനൊരു ആഘോഷം വേണ്ടെന്നല്ലേ അവള് പറഞ്ഞത്. അതൊരു മുട്ടാപ്പോക്ക് ന്യായമാണ് പ്രതാപ. ഗോപിയേട്ടനല്ല അവളുടെ പ്രശ്നം. അതിലും വലുതായ എന്തോ ഒന്ന്. അത് നമുക്കറിയണം. അല്ല, അതിന് ചേച്ചി അവളെ പിടിച്ചെന്ന് വരട്ടിയ പോരെ? തത്ത പറയുമ്പോൾ അവള് കാര്യം പറയില്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ അവളൊന്നും വിട്ടു പറയില്ല, പ്രവർത്തിക്കുകയുള്ളൂ. വല്ലാത്ത ചങ്കുറപ്പുള്ളവളാ പാർവതി. ഇനി അവളോട് ഇടപെടുന്നത് കരുതി വേണം. ആ ഒരു തോന്നൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പണ്ട് എന്റെ മുഖത്തേക്ക് നേരെ നോക്കാത്തവള് ഇപ്പൊ എന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി സംസാരിച്ചു തുടങ്ങി. ഇതിന്റെ പിന്നിൽ മറ്റാരും ഉണ്ട് പ്രതാപ. അത് വിശാൽ മാത്രമല്ല, മറ്റാരോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. ആ തോന്നൽ ശരിവെക്കുന്ന തരത്തിലാ കാര്യങ്ങളുടെ പോക്ക്. അതൊക്കെ ചേച്ചിയുടെ ഉത്ഭയം കൊണ്ട് തോന്നുന്നതായിരിക്കും. ഇവിടെ പാര നമ്മളെ ഫോളോ ചെയ്യാൻ? അങ്ങനെ ഒരാളുടെ നിഴല് പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. നിഴലില്ലാത്ത പ്രേതാത്മാക്കളാണെങ്കിലോ? അവള് പറയുന്നത് പോലെ ഗായത്രി ദേവിയാണെങ്കിലോ? ചേച്ചി നല്ലൊരു മനഃശാസ്ത്രജ്ഞനെ പെട്ടെന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ സംഗതി കൈവിട്ടു. എന്റെ ചേച്ചി ഇങ്ങോട്ട് നോക്കിയേ. ചേച്ചി വിചാരിക്കുന്ന പോലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ലെന്ന് പറയുന്ന പോലെ ചേച്ചിയുടെ കാര്യം. ചേച്ചി ആരാ? ഈ കാട്ടിലെ പുലിയല്ലേ? ബാക്കി എല്ലാവരും ചേച്ചിക്ക് കടിച്ചു കയറി തിന്നാനുള്ള മാൻപേടകളല്ലേ? പ്രതാപ, മാൻപേടകൾക്കും ദൈവം കൊമ്പ് കൊടുത്തിട്ടുണ്ട്. ആ കൊമ്പ് കൊണ്ടൊരു കുത്തു കിട്ടിയാൽ ഏത് പുലിയും വയറ് കീറി ചാവും. അതുകൊണ്ട് ശത്രുക്കളെ ഒരിക്കലും വില കുറച്ച് കാണരുത്. എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് തന്നെയാ. അവൻ ആരായാലും എന്റെ മുമ്പിൽ തന്നെ വന്ന് പെടും. അവന്റെ അവസാനത്തെ കണ്ടുമുട്ടലായിരിക്കും. എന്റെ കുടുംബവും എന്റെ ജീവിതവും നശിപ്പിച്ച രാക്ഷസി എന്റെ മക്കളുടെ മനസ്സിൽ വിഷം കയറ്റി എന്നിൽ നിന്നും അവരെ നീ അകറ്റി, എന്നിട്ടെന്നെ ജയിലിലുമാക്കി. എല്ലാത്തിനും കണക്ക് പറഞ്ഞ് നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യൂടി. മുത്തശ്ശ, എന്താ മുത്തശ്ശ? എന്താ നോക്കുന്നേ? എന്തെങ്കിലും കളഞ്ഞുപോയോ? ഒന്നുമില്ല പാർവതി, എന്റെ കാലിൽ എന്തോ പറ്റി, അത് നോക്കുമായിരുന്നു. മുത്തശ്ശൻ കഷ്ടപ്പെടണ്ട, ഞാൻ നോക്കിയിട്ട് പറയാം. നോക്കട്ടെ. വേണ്ട മോളെ, നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഞാൻ നോക്കിക്കോളാം. എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? ഞാൻ നോക്കാം മുത്തശ്ശ. കാലിങ്ങോട്ട് കാട്ടൂ. അതേതോ പഴയ ഫോട്ടോ ആണല്ലോ. ആരുടെ ഫോട്ടോയാ അത്? ആരുടെ ഫോട്ടോയെങ്കിലും ആവട്ടെ പാർവതി, അതങ്ങ് കളഞ്ഞേക്ക്. അയ്യോ മുത്തശ്ശ, ഇത് പ്രഭാവതി അമ്മയുടെ പഴയ ഫോട്ടോയാ. ചെറുപ്പത്തില് പ്രഭാവതി അമ്മയെ കാണാൻ എന്താ ചെയ്യല്? ആര് കണ്ടാലും കണ്ണു വെച്ച് പോവും.
അല്ല മുത്തശ്ശ, എനിക്കൊരു സംശയം. ഈ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നു? ആ, അത് ഫോട്ടോ ആണോ മോളെ? എന്റെ കാലിലെന്തോ ഒന്ന് പറ്റി. ഞാൻ കരുതി പേപ്പറാണെന്ന്. പേപ്പർ ആണെങ്കിൽ മുത്തശ്ശൻ എന്തിനാ അതിനെ പിടിക്കാൻ പുറകെ വന്നത്? അത് പിന്നെ മോളെ, ഞാൻ കരുതി ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ആയിരിക്കുമെന്ന്. അതുകൊണ്ടാ അതെടുത്തു വെക്കാന്ന് കരുതി ഞാൻ അങ്ങ് പോയത്.